വാട്സപ്പിലൂടെ ചാറ്റിങ്ങിന് ഏറ്റവും എളുപ്പത്തിൽ നമുക്ക് മറ്റ് രാജ്യക്കാരുമായി ചാറ്റ് ചെയ്യുന്നതിന് വേണ്ടി അല്ലെങ്കിൽ മറ്റ് ലാംഗ്വേജ് സംസാരിക്കുന്ന ആളുകളുമായി ചാറ്റ് ചെയ്യുന്നതിന് വേണ്ടി എങ്ങനെയാണ് അതിൻ്റെ മലയാളം സംസാരിച്ച് അതിൻ്റെ ട്രാൻസ്ലേറ്റ് എങ്ങനെ ലഭിക്കും, മലയാളത്തിൽ ടൈപ്പ് ചെയ്താൽ അതിൻ്റെ ട്രാൻസ്ലേറ്റ് എങ്ങനെ ലഭിക്കും, ഇനി ഹിന്ദിയിൽ ഒരാൾ മെസ്സേജ് ചെയ്താൽ അതിൻ്റെ മലയാളം എങ്ങനെ നമുക്ക് എടുക്കാൻ സാധിക്കും, ഇംഗ്ലീഷിൽ ഒരു മെസ്സേജ് വന്നാൽ അതിൻ്റെ മലയാളം എന്താണെന്ന് നമുക്ക് എങ്ങനെ മനസ്സിലാക്കാൻ സാധിക്കും എന്നതിനെക്കുറിച്ചൊക്കെ ഒരുപാട് നമ്മൾ വീഡിയോ ചെയ്തിട്ടുണ്ട്. അത്തരത്തിലൊരു വീഡിയോ ആണ് ഇന്നും നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ എന്താണ് ആ ഒരു ഫീച്ചർ നമുക്ക് വീഡിയോ കണ്ട് മനസ്സിലാക്കാം. ഹിന്ദിയിലുള്ള ഒരാളുമായി സംസാരിക്കുകയാണെങ്കിൽ നിങ്ങൾ ടൈപ്പ് ചെയ്ത് നിങ്ങൾ ഹിന്ദിയിലേക്ക് ഒരു മലയാളത്തിലൊരു കാര്യം ടൈപ്പ് ചെയ്ത് അയക്കുകയാണെങ്കിൽ അത് ഹിന്ദിയിലോട്ട് എങ്ങനെ നമുക്ക് ട്രാൻസ്ലേറ്റ് ചെയ്ത് കിട്ടുമെന്നാണ് നോക്കുന്നത്. അപ്പോൾ അതിനുവേണ്ടി നമ്മൾ ഏറ്റവും കൂടുതൽ ആൾ ഉപയോഗിക്കുന്നത് കീബോർഡാണ്, ഗൂഗിളിൻ്റെ Gboard എന്നുള്ളത്. ഈ കീബോർഡ് ഉപയോഗിച്ചുകൊണ്ടാണ് നമ്മൾ ആ കാര്യങ്ങൾ ചെയ്യുന്നത്. അതിനുവേണ്ടി നമ്മുടെ കീബോർഡ് ഓപ്പൺ ചെയ്ത ശേഷം നമ്മുടെ കീബോർഡിൻ്റെ ഈ 3 ഡോട്ട്സ് ക്ലിക്ക് ചെയ്യാം. ഇവിടെ താഴെ കാണുന്ന ഭാഗത്ത് നിങ്ങൾക്ക് ട്രാൻസ്ലേറ്റ് എന്നുള്ള ഓപ്ഷൻ കാണാൻ സാധിക്കും. അത് ക്ലിക്ക് കൊടുക്കുക. അത് ക്ലിക്ക് ചെയ്യുമ്പോൾ ഇതുപോലെ കാണാൻ സാധിക്കും. ഇവിടെ ഓക്കെ എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് കൊടുക്കുക. അപ്പോൾ നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഇവിടെ ഒരു ട്രാൻസ്ലേറ്റിനുള്ളൊരു ഓപ്ഷൻ വന്നിട്ടുണ്ട്. താഴെ ഭാഗത്തൊരു ടൈപ്പിങ്ങിൻ്റെ ഓപ്ഷൻ വന്നിട്ടുണ്ട്. മുകളിലായിട്ട് നമുക്ക് ഈ ഒരു സാധാരണ നമ്മൾ വാട്സപ്പിൽ മെസ്സേജ് ചെയ്യുന്ന ഓപ്ഷൻ വന്നിട്ടുണ്ട്. ഇതെങ്ങനെയാണ് നമുക്ക് ഈ ട്രാൻസ്ലേറ്റ് ഉപയോഗിക്കാൻ നോക്കാം. അപ്പോൾ അതിനുവേണ്ടി ഇവിടെ ഏറ്റവും മുകളിൽ ഡിറ്റക്റ്റ് ലാംഗ്വേജ് എന്നുള്ള ഓപ്ഷൻ കാണാൻ സാധിക്കും. അത് ക്ലിക്ക് ചെയ്യുക. ഇവിടെ നിങ്ങൾക്ക് ഏത് ലാംഗ്വേജിൽ സംസാരിച്ചുകൊണ്ടാണ് അതിൻ്റെ മറ്റ് ട്രാൻസ്ലേറ്റ് കിട്ടേണ്ടതെന്നാണ്. അപ്പം നിങ്ങൾ സംസാരിക്കുന്ന ലാംഗ്വേജാണ് നിങ്ങൾ സെലക്ട് ചെയ്യേണ്ടത്. അപ്പോൾ അതിനുവേണ്ടി ഇവിടെ മലയാളം സെലക്ട് ചെയ്യണം. അപ്പോൾ അതിനുവേണ്ടി നമ്മുടെ കീബോർഡിൽ ആദ്യം മലയാളം സെറ്റ് ചെയ്യണം. കീബോർഡിൽ എങ്ങനെ മലയാളം സെറ്റ് ചെയ്യുക എന്നുള്ളത് നേരത്തെ നമ്മൾ വീഡിയോ ചെയ്തിട്ടുണ്ട്. അത്തരത്തിൽ നിങ്ങൾക്ക് ആ വീഡിയോ കാണാത്തവർക്ക് ഈ കീബോർഡുമായി ബന്ധപ്പെട്ടുള്ള 3-4 വീഡിയോ നമ്മൾ ചെയ്തിട്ടുണ്ട്. ആ വീഡിയോയുടെയൊക്കെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ വെക്കുന്നതാണ്. അത് ക്ലിക്ക് ചെയ്തുകൊണ്ട് ആ വീഡിയോ പൂർണ്ണമായിട്ട് കാണാൻ സാധിക്കും. അപ്പോൾ മലയാളത്തിലേക്ക് നമ്മൾ മാറ്റിയ ശേഷം നിങ്ങൾക്ക് ഇവിടെ ഭാഷ കണ്ടെത്തുക എന്ന് മലയാളത്തിൽ കാണാൻ സാധിക്കും. അത് ക്ലിക്ക് ചെയ്യുക. ഇനി ഇവിടെ നിങ്ങൾ ചെയ്യേണ്ടത്, നിങ്ങൾക്ക് ഇംഗ്ലീഷിലോട്ടാണ് മെസ്സേജ് വേണ്ടതെങ്കിൽ ഇവിടെ വലതു ഭാഗത്തുള്ള ഇംഗ്ലീഷ് എന്നുള്ളത് ഇംഗ്ലീഷിൽ തന്നെ വെക്കുക. ഇംഗ്ലീഷിലോട്ടാണെങ്കിൽ ഞാനിപ്പം ഇവിടെ മലയാളത്തിൽ ഒരു കാര്യം ടൈപ്പ് ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ ഇംഗ്ലീഷിലേക്ക് മാറുന്നത് കാണാൻ സാധിക്കും. മലയാളത്തിൽ ഞാൻ പോകുന്നു എന്ന് ഇതുപോലെ ടൈപ്പ് ചെയ്ത് കൊടുക്കുകയാണ്. ഞാൻ പോകുന്നു ഇതുപോലെ ടൈപ്പ് ചെയ്തപ്പോൾ ഏറ്റവും മുകളിൽ നിങ്ങൾക്ക് ഐ ആം ഗോയിങ് എന്ന് കാണാൻ സാധിക്കും. ഞാൻ പോകുന്നു എന്ന് താഴെ ഭാഗത്ത് മലയാളത്തിൽ ടൈപ്പ് ചെയ്തു, മുകളിലായിട്ട് ഐ ആം ഗോയിങ് എന്ന് കാണാൻ സാധിക്കും. നമ്മൾ ഇംഗ്ലീഷാണ് ഇവിടെ സെലക്ട് ചെയ്തത്. ഇത് നമുക്ക് അറബിയിലേക്ക് മാറ്റാം. ഞാനിപ്പോൾ ഇവിടെ ഞാനിപ്പോൾ ഇവിടെ മലയാളത്തിൽ ഒരു കാര്യം ടൈപ്പ് ചെയ്യാൻ പോവുകയാണ്. ഞാനിപ്പം മലയാളത്തിൽ അതേ വാക്ക് തന്നെ വീണ്ടും ടൈപ്പ് ചെയ്യുകയാണ്. ഞാൻ അറബിയാണ് സെലക്ട് ചെയ്തിരിക്കുന്നത്. ഞാൻ പോകുന്നു എന്ന് ഞാൻ ഇതുപോലെ ടൈപ്പ് ചെയ്ത് കൊടുക്കുകയാണ്. കാണാൻ സാധിക്കും. ഞാൻ പോകുന്നു എന്ന് മലയാളത്തിൽ ടൈപ്പ് ചെയ്തപ്പം ഇവിടെ അറബിയിൽ ഇങ്ങനെ ഞാൻ പോകുന്നു എന്നുള്ളതിൻ്റെ അറബി. അപ്പോൾ ഇങ്ങനെ നമുക്ക് ഏത് ലാംഗ്വേജ് ആണോ നിങ്ങൾക്ക് അതിൻ്റെ അർത്ഥവും നിങ്ങൾക്ക് മാറ്റേണ്ടതെങ്കിൽ വളരെ ഈസിയായിട്ട് നിങ്ങൾക്ക് ഇത്തരത്തിൽ നിങ്ങളുടെ വാട്സപ്പ് ഉപയോഗിച്ചുകൊണ്ട് ട്രാൻസ്ലേറ്റ് ചെയ്യാൻ സാധിക്കുന്നതാണ്. അപ്പോൾ ഇതാണ്